ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രി അതിബുദ്ധിമാനായിരുന്നു. രാജാവ് എല്ലാ തീരുമാനങ്ങളും മന്ത്രിയോട് ആലോചിച്ചാണ് എടുത്തിരുന്നത്. ഇതുകൊണ്ട് തന്നെ രാജസദസ്സിലുള്ള ആളുകൾക്ക് മന്ത്രിയോട് അസൂയയായിരുന്നു. ഒരിക്കൽ രാജാവ് മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി, നിങ്ങൾ വളരെയധികം സമർത്ഥനാണ്, പക്ഷേ നിങ്ങളുടെ മകൻ ഒരു മണ്ടനാണ്. മന്ത്രിക്ക് വിഷമമായി. അദ്ദേഹം രാജാവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ പറയുന്നത്? രാജാവ് പറഞ്ഞു, ഞാൻ ജനങ്ങളെ കാണുവാൻ തെരുവിലെത്തുമ്പോൾ നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടാവും. ഞാൻ അവനെ വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ ഒരു വെള്ളി നാണയവും ഒരു സ്വർണ്ണ നാണയവും വെച്ചിട്ട് ഇതിലേതിനാണ് വില കൂടിയത് എന്ന് ചോദിക്കും. എല്ലാ തവണയും നിങ്ങളുടെ മകൻ വെള്ളി നാണയങ്ങളാണ് എടുക്കാറ്. ഇത് കേട്ട് മന്ത്രിക്ക് വിഷമമായി. സദസ്സിലുള്ളവരൊക്കെ ചിരിച്ചു. പരിഹാസ്യനായ മന്ത്രി വീട്ടിലെത്തി തൻ്റെ മകനെ വിളിച്ച് ചോദിച്ചു, സ്വർണമാണോ വെള്ളിയാണോ വിലപിടിപ്പുള്ളത്? അവൻ പറഞ്ഞു, സ്വർണം. ഈ ഉത്തരം അറിഞ്ഞിട്ടും എല്ലാ ദിവസവും നീ രാജാവിനോട് തെറ്റായ ഉത്തരം പറയുന്നത് എന്താണ്? ഇന്ന് ഞാൻ എല്ലാവരുടെയും മുൻപിൽ അപഹാസ്യനായി. അവൻ തൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, രാജാവ് എല്ലാ ദിവസവും അങ്ങാടിയിൽ വന്ന് എന്നെ വിളിച്ച് 2 കോയിൻ കാണിച്ചു തരും. അതിൽ ഏതാണ് വിലപിടിപ്പുള്ളതെന്ന് ചോദിക്കും. ഞാൻ വെള്ളി നാണയം എടുക്കുമ്പോൾ അദ്ദേഹം ഉറക്കെ ചിരിക്കും. കുറെ ആളുകളും ചിരിക്കും. ആ വെള്ളി നാണയം എനിക്ക് തന്നിട്ട് അദ്ദേഹം പോകും. അവൻ തൻ്റെ അച്ഛനെ വിളിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി ഒരു വലിയ ബോക്സ് എടുത്തു. ആ ബോക്സ് അവൻ തുറന്നപ്പോൾ മന്ത്രി അത്ഭുതപ്പെട്ടു പോയി. ആ ബോക്സ് നിറയെ വെള്ളി നാണയങ്ങളായിരുന്നു. അത് കണ്ട് മന്ത്രിക്ക് സന്തോഷമായി. മകൻ പറഞ്ഞു, ഞാൻ ശരിയുത്തരം പറഞ്ഞാൽ എനിക്ക് ഒരു സ്വർണ്ണ നാണയം ലഭിക്കും. പിന്നെ രാജാവ് ഈ ചോദ്യം ചോദിക്കില്ല. ഒരു സ്വർണ്ണ നാണയത്തിന് വേണ്ടി എല്ലാ ദിവസവും ലഭിക്കുന്ന വെള്ളി നാണയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ടിട്ട് മന്ത്രിക്ക് വളരെയധികം സന്തോഷമായി. തൻ്റെ മകൻ്റെ സാമർത്ഥ്യം അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നീട് ആളുകൾ തൻ്റെ മകൻ മണ്ടനാണെന്ന് പറയുമ്പോൾ മന്ത്രി വെറുതെ ചിരിക്കുക മാത്രം ചെയ്യും.